ഡിസംബർ 13 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ലൂസി, വിശുദ്ധ അന്തിയോക്കൂസ്, വിശുദ്ധ ഔട്ടോബർട്ട്, വിശുദ്ധ ഔക്സൻസിയൂസ്, വിശുദ്ധ എഡ്ബുർഗ, വിശുദ്ധ ബെന, വിശുദ്ധ ഐൻ ഹിൽദിസ്, വിശുദ്ധ റോസ്വിൻറ്റ ബെന. വിശുദ്ധ ലൂസി 304 കാലഘട്ടത്തിലാണ് വിശുദ്ധ ലൂസി ജീവിച്ചിരുന്നത്. സിസിലിയയിലെ പ്രധാന നഗരമായ സിറാക്കൂസിൽ ഒരു കുലീന കുടുംബത്തിൽ ലൂസി ജനിച്ചു. ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു. അമ്മ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ശ്രദ്ധാപൂർവം വളർത്തിക്കൊണ്ടുപോന്നു. മകളെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മയുടെ ഉദ്ദേശം. എന്നാൽ മകൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അമ്മ രോഗബാധിതയായി. ഒരു ദിവസം ലൂസി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അമ്മയോട് പറഞ്ഞു: "അമ്മേ, നമുക്ക് അഗാത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാം." അമ്മയും ലൂസിയും കത്താനിയായിലെ അഗാത്തയുടെ ശവകുടീരത്തിലെത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ക്ഷീണം നിമിത്തം ലൂസി ഉറങ്ങിപ്പോയി. അപ്പോൾ അഗാത്ത പുണ്യവതി ലൂസിയോട് ദർശനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി: "അമ്മയെ ദൈവം സുഖപ്പെടുത്തും. കത്താനിയായിൽ എനിക്കുള്ളതുപോലെ ഒരു സ്ഥാനം സിറാക്കൂസിൽ നിനക്ക് ലഭിക്കും." ലൂസി ഈ സ്വപ്നത്താൽ പ്രചോദിതയായി തൻ്റെ സമർപ്പണം ഒന്നും കൂടി ദൃഢമാക്കി. വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ലെന്ന്, ധനമെല്ലാം ദരിദ്രർക്ക് നൽകണമെന്നും ലൂസി തീരുമാനിച്ചു. തൻ്റെ മരണശേഷം "നീ യഥേഷ്ടം ചെയ്തുകൊള്ളുക" എന്ന് അമ്മ പറഞ്ഞെങ്കിലും ലൂസി തൃപ്തിപ്പെട്ടില്ല. ഉടനടി ധർമ്മം ചെയ്യണമെന്ന് ലൂസി ആവശ്യപ്പെട്ടു. സമസ്തവും വിറ്റ് അവൾ ദരിദ്രർക്ക് കൊടുത്തു. ലൂസിയെ വിവാഹം ചെയ്യുന്നതിന് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഈ നടപടി എതിർത്തെങ്കിലും ലൂസി പിന്മാറിയില്ല. ലൂസി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അയാൾ പ്രീഫെക്ട് പസ്കാസിയൂസിനെ അറിയിച്ചു. പസ്കാസിയൂസ് പല ഭീഷണികൾ പ്രയോഗിച്ചു. ബലാത്സംഗത്തിന് ഇടയാക്കുമെന്ന് കൂടി അദ്ദേഹം പ്രസ്താവിച്ചു. അവസാനം ലൂസിയുടെ കന്യാത്വം നഷ്ടപ്പെടുത്തിയ ശേഷം അവളെ മർദ്ദിക്കാൻ പസ്കാസിയൂസ് ഉത്തരവിട്ടു. പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശ്ചലയായി കാണപ്പെട്ടു. എടുത്തിട്ട് പൊന്തിയില്ല. പർവ്വതത്തേക്കാൾ ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു. ചുറ്റും തീ വെച്ചവളെ ദഹിപ്പിക്കാൻ പ്രീഫെക്ട് കൽപ്പന കൊടുത്തു. എന്നാൽ തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് തിരിയുമല്ലോ എന്ന് ഭയന്ന് തല വെട്ടിക്കളയാനാണ് പ്രീഫെക്ട് പിന്നീട് കൽപ്പിച്ചത്. ക്രിസ്തുമതത്തിന് താമസിയാതെ സമാധാനം സംപ്രാപ്തമാകുമെന്ന് ലൂസി പ്രവചിച്ചു. ഒരു കാളക്കൂട്ടത്തിൽ കെട്ടിയപ്പോഴും അവർക്ക് അവളെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടും പല വിധത്തിൽ അവളെ അവർ മർദ്ദിച്ചു. അവസാനം ഒരു വാൾ അവളുടെ തൊണ്ടയിൽ കുത്തിയിറക്കിയതോടെയാണ് അവൾ നിര്യാതയായത്. ഇതിനിടയിൽ അവർ പരാജയപ്പെട്ടപ്പോൾ അവർ അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും ചെയ്തിരുന്നു. ഹൃദയം ശുദ്ധമായിരിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. ലൂസി എന്ന പേരിൻ്റെ അർത്ഥം വെളിച്ചം എന്നാണ്. വിശുദ്ധ ലൂസിയുടെ ചിത്രം വരയ്ക്കാറുള്ളത് പാപത്തിൻ്റെ മേലുള്ള വിജയത്തിൻ്റെ പ്രതീകമായി ഒരു ഒലിവ് ശിഖരവും അന്ധരായവരുടെ മധ്യസ്ഥ എന്ന് സൂചിപ്പിക്കുന്നതിന് ഒരു പാത്രത്തിൽ തൻ്റെ കണ്ണുകളും സംഭവിക്കുന്നതായിട്ടാണ്. എഴുത്തുകാർ, ഗ്ലൈഡർമാർ, തൊഴിലാളികൾ, രക്തസാക്ഷികൾ, കർഷകർ, സെയിൽസ്മാൻമാർ, ചെയിൻ ഗ്ലാസ് തൊഴിലാളികൾ എന്നിവരുടെ രക്ഷാധികാരിയായിട്ടും രക്തസ്രാവം, വയറിളക്കം, നേത്രരോഗങ്ങൾ, തൊണ്ടയിലെ അണുബാധകൾ എന്നിവയുടെ മധ്യസ്ഥയുമായിട്ടൊക്കെയാണ് ലൂസിയെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധയായ ലൂസിയെ ലോകസമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.